നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിലോ ഒരു വലിയ ഡൗൺഫാൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ സിറ്റുവേഷൻ ഒരുപാട് മാറി, നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം ചിന്തിക്കും. അത് ഓവർകം ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്ക് കുറേ ട്രസ്റ്റ് ഇഷ്യൂസ് വരും. നമ്മുടെ ചുറ്റിലുള്ള പല ആൾക്കാരെയും നമ്മൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇതൊക്കെ ഒന്ന് ഓക്കെ ആകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും, ഞാൻ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, ഇനി ഞാൻ പഴയതുപോലെ ആവണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ ബിൽഡിങ്സ് ഒരുപാട് കൂടുതൽ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവും. അത് ഇതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കുറേ കെട്ടിടങ്ങൾ നശിച്ചു പോവും, കുറേ സ്ഥലത്ത് ഫ്ലഡ് വരും, അത് വരും, ഇത് വരും, അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ പോപ്പുലേഷനിലൊരു ഡെൻസിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു എൻഡമിക്കോ പാൻഡമിക്കോ അങ്ങനെയൊക്കെ വരും. ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും പഴയതുപോലെ ആകാനല്ല. അത് നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ പുതിയ ചാപ്റ്റർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളത് പഠിക്കണം. അത് പഠിക്കാൻ നമ്മൾ വില്ലിങ് ആവണം. നമ്മുടെ പഴയ ഒരു വേർഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ ലെസൺസും നമ്മൾ പഠിക്കണം. അതിനകത്തുനിന്ന് നമുക്കാകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് വേണം നമ്മൾ ട്രാൻസ്ഫോം ആകാൻ. അല്ലാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പഴയ വേർഷനിലേക്ക് തന്നെ പോകാൻ നോക്കരുത്. അത് വീണ്ടും നിങ്ങൾക്ക് സ്ട്രെസ്സ് തരത്തേ ഉള്ളൂ. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പുതിയ വേർഷനായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പാഠം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മളെ എന്ത് പഠിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും പഠിപ്പിച്ചില്ല എന്നല്ല, നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നല്ല വാശി വേണം നമുക്ക് ലൈഫിൽ. ഓടാൻ പറ്റിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ പറ്റിയില്ലെങ്കിൽ എഴയുക.